ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കപ്പയും മീനും ആണ്. അപ്പൊ മമ്മിയുടേതായ ഒരു റെസിപ്പി വെച്ചിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എന്തായാലും മമ്മി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിലും കൂടി ഇട്ടാൽ നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് കപ്പയും മീനുമാണ് മമ്മി എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. എല്ലായിടത്തേക്കും എത്താവുന്ന രീതിയിൽ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും എല്ലായിടത്തേക്കും മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക ഉണ്ടാക്കുക. ഇത് എൻ്റെ സ്റ്റൈല് പല റെസിപ്പിയും കണ്ടിട്ട് ഒരു മിക്സഡ് റെസിപ്പിയാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതെൻ്റെ സ്വന്തം റെസിപ്പി ഒന്നുമല്ല, ഞാനും പലരുടെയും റെസിപ്പി കോപ്പി അടിച്ചതാണ്. ഇപ്പൊ കുറച്ച് കോക്കനട്ട് ഓയിൽ മമ്മി ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവുമ്പോ കടുക് പൊട്ടിക്കാം അല്ലേ? എണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ ഒരു നുള്ളു മതി തിരിച്ചിടുക. സിമ്മിൽ വെക്കണേ, പെട്ടെന്ന് അത് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉലുവയും കടുകും നമ്മൾ പൊട്ടിച്ചില്ലേ, അതിന് ശേഷം നമ്മൾ മുളക് പൊടി. മമ്മി മുളക് പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്പൂണാ? 2 സ്പൂൺ ഇട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലുണ്ടല്ലോ. മല്ലിപ്പൊടി അതുപോലെ തന്നെ 2 സ്പൂൺ ഇട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി. എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് സവോള, ഉള്ളി, പച്ചമുളക് അത് നമ്മൾ അരി വെച്ചിട്ടുണ്ടല്ലോ. സവോള, ചുവന്നുള്ളി, പിന്നെ പച്ചമുളക് അത് കൂടി അരി വെച്ചിട്ടുണ്ട്. അത് ചുവന്നുള്ളി അത്ര അധികം ഉണ്ടായിരുന്നില്ല നമ്മുടെ. അപ്പൊ കുറച്ച് സവോളയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മമ്മി വെളിച്ചെണ്ണ കുറവുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക. എപ്പോൾ പൊരിട്ട് കഴിഞ്ഞ് മുളക് ഇട്ട് കഴിഞ്ഞാലും അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവ് പോലെ തോന്നും. ഡ്രൈ ആയ പോലെ തോന്നാം. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വെളിച്ചെണ്ണ ഉള്ള കാരണം നമ്മൾ ലാവിഷായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുമല്ലോ. ഇവിടെ കോക്കനട്ട് ഓയിലിന് ഭയങ്കര പ്രൈസാണ്. അത് മാത്രല്ല വീട്ടില് പിന്നെ കോക്കനട്ട് ഉള്ളതുകൊണ്ട് കോക്കനട്ട് ഓയിലിനൊന്നും വലിയ വിലയില്ല അല്ലേ? വീട്ടിലെപ്പോഴും ആട്ടിയ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ലാവിഷാവാലോ വീട്ടില്. ഇവിടുത്തെ പച്ചമുളകിന് നല്ല എരിവാണ്. അതുകൊണ്ടാണ് മമ്മി കുറച്ച് മാത്രം നമ്മുടെ മുളകൊക്കെ ഇട്ടത്. സാധനം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരയ്ക്കാം. അപ്പോൾ ഒരു കട്ടി കിട്ടും, ചാറിന് പേസ്റ്റ് പോലെയാവും. ഇപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് കറക്റ്റ് ആയിട്ട് പറയോ? ഇതുവരെ ചെയ്തതൊന്ന്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഉലുവ പൊട്ടിച്ച് കടുക് പൊട്ടിച്ചു, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അത് ചേർത്ത് ഇളക്കി, സവോള, ഉള്ളി, പച്ചമുളക്. ഇപ്പിൻ്റെ എല്ലാം ഇവിടെ ഇല്ല, അപ്പൊ അതുകൊണ്ട് ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലൊക്കെ വേപ്പിൻ്റെ ഇല ഉള്ള കാരണം അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് പറമ്പിൽ പൊട്ടിക്കല പണി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ചേർക്കണം. അത് സത്യം പറഞ്ഞ മമ്മി മറന്നുപോയി. അപ്പൊ മമ്മി ഇപ്പോഴാണ് അത് ചേർക്കണത്. ജിഞ്ചർ മാത്രം മതി, ശരിക്ക് ഇഞ്ചി മാത്രം മതി ആക്ച്വലി. പക്ഷേ ഈ വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് അത് ചേർത്തു. മിക്സിയിൽ അടിച്ചു വെച്ച തക്കാളി ചേർക്കാം. മമ്മി ആദ്യമായിട്ട് വീഡിയോ എടുക്കണോണ്ട് മമ്മിക്ക് ഫുൾ വെപ്രാളായിട്ട് മമ്മി എന്തൊക്കെയോ ഓർഡർ തെറ്റിച്ചൊക്കെ ഇട്ടു. അപ്പൊ ഞാൻ കറക്റ്റ് ഓർഡറിൽ പറയാം. ആദ്യം തന്നെ നിങ്ങൾ എണ്ണ ചൂടാക്കുക, കോക്കനട്ട് ഓയിൽ. എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ ഉലുവ ഇട്ടു, പിന്നെ കടുക് ഇട്ടു. അത് രണ്ടും കൂടി പൊട്ടിയ നേരത്ത് നമ്മള് സബോള, ചെറിയുള്ളി, സബോള നമ്മൾ ഇട്ടത് ചെറുള്ളി അത്രയ്ക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചെറുള്ളി, സബോള, പിന്നെ പച്ചമുളക്, പിന്നെ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായി വഴറ്റി കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ 2 പൊടികള് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഇടുക. നിങ്ങളുടെ എത്രയാണോ മീന് അതിനനുസരിച്ച് ഇടുക നിങ്ങള്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒരു മൂപ്പിച്ചെടുക്കാന്ന് പറയില്ലേ, അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് മമ്മി നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടൊമാറ്റോ പേസ്റ്റ് അതിലോട്ട് നമ്മൾ ഒഴിച്ചു. അതുവരെയാണ് ഇപ്പൊ ചെയ്ത് നോക്കണത്. ഇനി
ഇപ്പൊ മമ്മി പറയണു ഇത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. മമ്മിയുടെ റെസിപ്പി മിനിറ്റിന് മാറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വെള്ള ചാനലിൽ പോയിട്ട് റെസിപ്പി നോക്കി ഉണ്ടാക്കിക്കോ. എനിക്കറിയില്ല, മമ്മീനെ കൊണ്ട് ഞാൻ തോറ്റു. അറിയോ ഈ റെസിപ്പി? കുഴപ്പമായിട്ടുണ്ട്, മിക്സിയിലടിച്ചിട്ടും കുഴപ്പമില്ല. ഞാൻ നേരത്തെ നോക്കുമ്പോ ഈ കുറച്ച് കുറുമ്പ് പോലെ ആയിട്ടാണ് വിചാരിച്ചത്. അതും ആ എന്താ പറയാ ഒണിയനും സംഭവങ്ങളൊക്കെ അടിക്കാന്നാണ്. പക്ഷെ ഇപ്പൊ മമ്മി ടൊമാറ്റോ പേസ്റ്റ് അതിലോട്ട് ഒഴിച്ചപ്പോ അത് അത്യാവശ്യത്തിന് ലൈക്ക് നല്ലൊരു കട്ടിയില് വന്നു. അപ്പൊ മമ്മി ഇപ്പൊ അത് നോക്കിട്ട് പറയുന്നു വേണ്ട അതൊന്നും അടിക്കണ്ടാന്ന്. അപ്പൊ മമ്മി മിനിറ്റിന് മമ്മിയുടെ സ്റ്റാൻഡ് മാറ്റും. എന്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാനെങ്ങനെയാണ് അപ്പോഴത്തെ റെസിപ്പി അതാണ് എന്റെ മമ്മിയുടെ റെസിപ്പി. എനിക്കങ്ങനെ പ്രത്യേക റെസിപ്പി ഒന്നും ഈ റെസിപ്പി മമ്മി മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് വരെ എനിക്ക് ഇപ്പൊ ഡൗട്ട് ഉണ്ട്. ഓക്കെ, എനിവേ ഇത് മമ്മി മിക്സ് ചെയ്ത് എന്തായാലും അവസാനം നമുക്ക് ടേസ്റ്റ് വേണം, അത്രല്ലേ ഉള്ളൂ. ഇനി നമുക്ക് പുളിവെള്ളല്ലേ, മമ്മി നേരത്തെ ചൂടുവെള്ളത്തില് പുളിവെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മമ്മി ഇനി ഇതിലോട്ട് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, മമ്മി പുളിവെള്ളം ഒഴിക്കുകയാണ് അതിലോട്ട്. ഹലോ, ഞാൻ മമ്മിയുടെ ഈ അടിപൊളി മീൻകറി എന്ന് മമ്മി പറയുന്നത് ഞാൻ കഴിച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാം കേട്ടോ. ഞാൻ നുണ പറയില്ല, വെറുതെ വീഡിയോക്ക് വേണ്ടി ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. തിളപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ മമ്മീനെ ഇളക്കി സഹായിക്കുകയാണ്. മമ്മിക്ക് ഉണ്ടല്ലോ പിന്നെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കണില്ലേ, അത് മമ്മിക്ക് പറ്റണില്ല. മമ്മിക്ക് അങ്ങോട്ട് എല്ലാം വേഗം ചെയ്യണം. ഞാൻ അങ്ങ് വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും മമ്മി അത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിലേ അധികം സമയം മമ്മിക്ക് സ്പീഡാ, എനിക്കാണെങ്കിൽ സ്ലോ. ഞാൻ ഹൈല വെച്ചോക്കുന്നു, ഹൈല് വെച്ച് തിളപ്പിക്കും. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മീൻ അടിയാറായ മമ്മി? മീൻ അടിയാ തിളച്ചിട്ടുണ്ടല്ലോ, ഇനി ഒരു 10 മിനിറ്റ് കിടന്ന് വെന്താ മതി. ഓക്കെ, മീനുണ്ടല്ലോ നമ്മൾ നേരത്തെ മഞ്ഞളും ഉപ്പും ചേർത്ത് വെച്ച മീൻ നമ്മൾ ഇടുകയായി. കിടന്ന് അങ്ങോട്ട് 10 മിനിറ്റ് വേവട്ടെ. ചുറ്റിച്ചാൽ മതി, എന്നിട്ട് മീനൊന്നും ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. ഉപ്പും പുളി എരിവൊക്കെ കറക്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കപ്പയ്ക്ക് ഇത്തിരി എരിവ് വേണം, എന്നാലും ടേസ്റ്റ്. സൂപ്പർ, കൺഗ്രാജുലേഷൻസ്, വെൽ ഡൺ മമ്മി, വെൽ ഡൺ. നന്നായതിന്റെ ചെറിയൊരു അഹങ്കാരത്തിന് കൈയും കാര്യം വെക്കുക, പിന്നെ സിറ്റിന്ന് പേരിടുക. നന്നായിട്ടുണ്ട്. അപ്പൊ കൺഗ്രാജുലേഷൻസ് മമ്മി. ഓക്കെ, അങ്ങനെ മീൻ കറി ഡൺ. ഹൗസ് ഇറ്റ്? നിങ്ങൾ പറ, കണ്ടിട്ട് നല്ലതാണോ? നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ഫ്രോസൺ കപ്പ വാങ്ങാൻ കിട്ടും. അപ്പൊ ഈ ഫ്രോസൺ കപ്പയാണ് നമ്മൾ ഉണ്ടാക്കുന്ന. അപ്പ കുക്കറിലിട്ട് വേവിക്കാൻ നോക്കുകയാണ്. മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമല്ല ഇടുന്നുള്ളൂ, അത് രണ്ടും മാത്രം ഇട്ടിട്ട് നമ്മൾ അങ്ങനെയാണ് സംഭവം. ഞാൻ കപ്പ വേവിക്കാൻ പോവാണ്. അതിൽ മഞ്ഞപ്പൊടി നമ്മൾ കുറച്ചിട്ടു. ഞങ്ങൾ കപ്പ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ബിക്കോസ് മമ്മി പറഞ്ഞു ദാറ്റ് കപ്പ തുറന്ന് വെച്ച് വേവിക്കാം, കാരണം ഇതിൻ്റെ വേവ് മമ്മിക്ക് അറിയില്ല. കപ്പ അപ്പൊ തുറന്ന് വെച്ചെന്ന് വെച്ചാൽ വിസിലിടാണ്ട് മൂടി വെച്ചിട്ടാണ് ഞങ്ങൾ വേവിച്ചത്. അത് ഒരു 10 മിനിറ്റ്സ് ആകുമ്പോഴേക്കും വെന്തൂല മമ്മി. ഇനിയിപ്പോ ഞാൻ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട്, കുറച്ച് പോയി ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുവാണ്. നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടം? കപ്പ വെന്ത് ഉടഞ്ഞ പോലെയാണോ ഇഷ്ടം, അതോ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന വെച്ചാൽ പീസസ് ആയിട്ട്? ഇതുപോലെ ഇത് നന്നായി വെന്തു, പക്ഷെ പീസസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ഭയങ്കര വെന്തോടെയണ്ട, എന്ന് വെച്ചാൽ കുറച്ച് നന്നായി വെന്ത് പോലത്തെ, അങ്ങനെയാണ് എനിക്കിഷ്ടം. മമ്മി, അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ചൂടുണ്ട്.
ടൈം ആയി റിവീൽ ചെയ്യാൻ എങ്ങനെ ഇട്ടെന്ന്. എനിക്കിങ്ങനെ ചാറിലിങ്ങനെ അങ്ങനെ മുക്കി കഴിക്കാനാണ് ഇഷ്ടം. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ആ ഞാൻ തരാം. ഞാൻ ഇപ്പൊ കഴിച്ച പോലെ തന്നെ തരാം. എന്നിട്ട് മമ്മി തന്നെ പറ എങ്ങനെയുണ്ട്. നല്ലതല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. കുറെ നാളായി കപ്പയും മീനും കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു ഞാൻ. എന്നിട്ട് അവസാനം കിട്ടി അറ്റ് ലാസ്റ്റ്. അപ്പൊ ഗൈസ് ബൈ ബൈ. ഞാൻ അത് എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.